Christ who's coming soon. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവത്തോടൊപ്പമായിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കുന്ന എല്ലാ സാവകാശത്തിനും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank the Lord for the opportunity to meditate on the scriptures after a gap of 1 week. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. 139 സങ്കീർത്തനം നമ്മൾ വായിക്കുവാൻ ഇടയായി തീർന്നത് അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's come to the psalm that we've just read. We read from Psalm 139. Let's read the verses, first and second verses once again, please. O Lord, you have searched me and known me. You know my sitting down and my rising up. You understand my thought afar off. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് നമ്മളെ അറിയുന്ന ഒരു ദൈവത്തെ പറ്റിയാണ്. Here the psalmist is describing a Lord who knows us intimately. എങ്ങനെ ദൈവം നമ്മളെ അറിയുന്നു? നമ്മളെ ശോധന ചെയ്ത് അറിയുവാനിടയായി തീരുന്നു. And how intimately does the Lord know us? He has searched us completely and therefore he knows everything. നമ്മൾ രോഗികളായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡോക്ടർ പലപ്പോഴും എക്സ്റേക്ക് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അൾട്രാസൗണ്ട് അങ്ങനെയുള്ള സ്കാനിങ്ങിനൊക്കെ നമ്മൾ വിട്ടിട്ട് അതിൻ്റെ റിസൾട്ട് കടന്നു വരുമ്പോൾ രോഗം എന്താണെന്ന് അവർ ചിന്തിക്കുവാനിടയായി തീരും. When we go to the hospital with some sickness, the doctor often prescribes diagnostic tests like x-rays, ultrasound, blood tests and so on. എന്നാൽ ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുവാനിടയായി തീരും. But today the Holy Spirit is examining you from your heart. ലോകത്തിലെ ഡോക്ടർമാർക്ക് ഒരിക്കലും ഹൃദയത്തിലെ പ്രയാസങ്ങളോ വേദനകളോ കഷ്ടങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ കണ്ടുപിടിക്കുവാൻ പരിധികളുണ്ട്. എന്നാൽ അതിനപ്പുറമായി യേശു കർത്താവെന്ന് ഹല്ലേലൂയ നമ്മളെ ശോധന ചെയ്ത് കഴിഞ്ഞാൽ സകലതും അവൻ്റെ മുൻപാകെ ഒന്നും മറവായിരിക്കത്തില്ല. A doctor of this world has certain limitation in seeing the pain that is in your heart and the sorrows in it, but to the Holy Spirit nothing is hidden from its sight. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഹല്ലേലൂയ ദാവീദ് പറയുന്നത് ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു ദൂരത്ത് അറിയുന്ന ഒരു ദൈവത്തിന് മുൻപാകെയാണ് ഇന്ന് പൽക്കാലം നമ്മൾ ആയിരിക്കുന്നത്. Here the psalmist King David says, Lord, you know my sitting down and my rising up. അതിനു അപ്പുറമായി നമ്മുടെ ചിന്തകൾ, നമ്മുടെ നിരൂപണങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ സകലതും ദൈവം അറിയുവാനിടയായി തീരും. And even beyond that, the Lord knows our thoughts and our deeds. ഹല്ലേലൂയ. അത് മാത്രമല്ല എൻ്റെ നടപ്പും കിടപ്പും ശോധന ചെയ്ത് അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. And not just that, the Lord knows our path and our lying down. യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കുപോലും എൻ്റെ നാവിന്മേലില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. The psalmist says, for there is not a word on my tongue, but that you know it all together. ആറാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു എന്ന്. In verse 6 we read, such knowledge is too wonderful to me. ഹല്ലേലൂയ. ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനം, ദൈവത്തെ പറ്റിയുള്ള അറിവ്, ഹല്ലേലൂയ, ദൈവം നമുക്ക് തുറന്നു തന്ന ആ ഹല്ലേലൂയ വിസ്ഡം എത്ര വലുതാണ്. How great is the wisdom that the Lord has given us regarding himself. ലോകത്തിൽ എന്തെല്ലാം പരിജ്ഞാനമുണ്ടെങ്കിലും അതിനപ്പുറമായി യേശുവിനെ കണ്ടുമുട്ടിയതും ദൈവത്തിന്റെ വചനം വായിക്കുന്നത് ആ പരിജ്ഞാനമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. No matter how much worldly wisdom you might have, the greatest wisdom that you can have is the knowledge of Jesus Christ and his salvation. സങ്കീർത്തനക്കാരൻ പിന്നെ പറയുന്നത് ഗ്രഹിച്ചുകൂടാതെ എനിക്ക് ഉന്നതമാകുന്നു. The psalmist continues, it is high, I cannot attain it. പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കുന്നതിലും വിചാരിക്കുന്നതിലും അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിലും അപ്പുറമാണ് ദൈവത്തിന്റെ വചനത്തിലുള്ള നമ്മളെ പറ്റിയുള്ള വിചാരങ്ങൾ. The Lord's thoughts regarding us are too high as described in the word of God. 7-8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's go to verses 7 and 8 please. Where can I go from your spirit, or where can I flee from your presence? If I ascend into heaven, you are there. If I make my bed in hell, behold, you are there. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവത്തെ വിട്ടിട്ട് എനിക്ക് എങ്ങും പോകുവാൻ പറ്റത്തില്ല എന്ന്. Here the psalmist says, I can never go anywhere apart from the Lord. ദൈവത്തിന്റെ ആത്മാവിനെ ഒളിച്ച് എനിക്ക് എവിടെയും പോകുവാൻ പറ്റത്തില്ല. I cannot hide from the Lord and go someplace. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ തിരുസന്നിധി വിട്ടിട്ട് ദൈവത്തെ മാറിയിട്ട് എങ്ങും ഓടി ഒളിക്കുവാൻ പറ്റത്തില്ല. Today I want to remind you that you cannot escape from the holy presence of God. 8ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് സ്വർഗ്ഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. In verse 8 we read, if I ascend into heaven, you are there. പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ നീ അവിടെയുമുണ്ട്. If I make my bed in hell, behold, you are there. ഹല്ലേലൂയ. സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെ നിന്റെ കൈ എന്നെ നടത്തും. If I dwell in the uttermost parts of the sea, even there your hand shall lead me. എന്നറിയാമോ, നിന്റെ വലം കൈ എന്നെ പിടിക്കുവാനിടയായി തീരും. And why is that? Because your right hand shall hold me. ഹല്ലേലൂയ. അല്പനേരം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സ്വർഗ്ഗത്തിൽ നമുക്ക് എങ്ങനെ കയറുവാൻ പറ്റും. Today let us examine how we can attain holiness in the heavens. ലോകത്തിൽ അനേകം മതങ്ങളുണ്ട്. ആ മതങ്ങളൊക്കെയും പഠിപ്പിക്കുന്നത് പല വിധത്തിലാണ്.
Many religions describe this process in many different ways. ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ദൈവത്തിന്റെ വചനം വായിക്കുകയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് വിശുദ്ധിയോടെ വേർപാട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി സ്വർഗ്ഗത്തിൽ പോകുവാനിടയായി തീരുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. But based on the Bible, only if you take up the salvation that's offered in Jesus Christ and take the baptism, are you allowed to attain heaven. ഇസ്ലാമ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവൻ്റെ കൽപ്പനകൾ ഖുർആൻ വായിക്കുകയും അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ സ്വർഗ്ഗത്തിൽ കടന്നു പോകുമെന്ന് വിശ്വസിക്കുന്നു. Based on Islam, if you follow the Quran verbatim and if you follow all the commandments of Allah, then you will attain heaven. ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഹല്ലേലൂയ അവരുടെ പുരാണങ്ങളും ഗ്രന്ഥങ്ങളും വായിക്കുകയും കർമ്മങ്ങൾ അനുസരിക്കുകയും ഹല്ലേലൂയ പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും പാപത്തിനുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർ സ്വർഗ്ഗത്തിലേക്ക് മോക്ഷം പ്രാപിച്ച് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാമെന്ന് ഹിന്ദുക്കൾ പഠിപ്പിക്കുന്നു. The Hinduism he teaches that if you follow all the Puranas and Upanishads and other holy books and do holy deeds, then you will reach heaven or moksha. എന്നാൽ ഈ ലോകത്തിൽ കാണുന്ന ഒരു ദൈവങ്ങളും സ്വർഗ്ഗത്തിൽ പോകുവോ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുവോ ചെയ്തിട്ടില്ല. But none of these gods, so-called gods, have ever come down to earth. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമേ ഉള്ളൂ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായി തീർന്നത്. But only our blessed Lord has come down into this earth and become the bread of life for us. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. And why is that? To take us to the heavens. യേശുവിൽ ആര് വിശ്വസിക്കുന്നുണ്ട്, അവന്റെ കൂടെ ആര് യാത്ര ചെയ്യുന്നുണ്ട്, അവന്റെ ശിഷ്യരായി തീരുവാൻ ആര് ആഗ്രഹിക്കുന്നുണ്ട്, അവരെ ദൈവമായ കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. Whoever follows Jesus Christ, whoever continues in his commandments, they will be taken up by the Lord into the heaven. ചില വാക്യങ്ങൾ വായിക്കാം. സദൃശവാക്യം 30-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's go to Proverbs chapter 30 verse 4 please. സ്വർഗ്ഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവനാർ, കാറ്റിനെ തൻ്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവനാർ, വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവനാർ, ഭൂമിയുടെ അറുതികൾക്കെയും നിയമിച്ചവനാർ, അവൻ്റെ പേരെന്ത്, അവൻ്റെ മകൻ്റെ പേരെന്ത് നിനക്കറിയാമോ? Who has ascended into heaven or descended? Who has gathered the wind in his fist? Who has bound the waters in a garment? Who has established all the ends of the earth? What is his name and what is his son's name, if you know? ഇവിടെ ഹല്ലേലൂയ 7 വിധത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. സ്വർഗ്ഗത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്തവൻ ആരൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. Here 7 different questions are posed to the reader. The first one is, who has ascended into heaven? അത് ആരാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമേ ഉള്ളൂ. And who is that? Only our blessed Lord. എന്തിനു വേണ്ടി? നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ. Why? To take us into heaven. മനുഷ്യവർഗം മുഴുവനും പാപികളായി തീർന്നു. ആ പാപത്തിന്റെ ക്ഷമയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ യേശു മരിക്കുവാനിടയായി തീർന്നു. The entire race of man had been tainted by sin, but he gave himself so that we might attain salvation in heaven. ഒരു ദൈവങ്ങളും കാറ്റിനെ തന്റെ മുഷ്ടി കൊണ്ട് പിടിച്ചടക്കിയിട്ടില്ല. Nor God has gathered the wind in his fist. നമ്മുടെ ദൈവമായ കർത്താവ് ചെയ്യുവാനിടയായി തീർന്നു. But our Lord has done so. ഹല്ലേലൂയ. ഭൂമിയുടെ അറുതിയെ നിയമിച്ചവൻ കർത്താവായ ദൈവമാണ്. Our Lord has established the ends of the earth. അവൻ ആദ്യവും അന്ത്യവുമുള്ളവനാണ്. He is the beginning and the end. ഹല്ലേലൂയ. അവന്റെ മകന്റെ പേരെന്ത് നിനക്കറിയാമോ? Do you know his son's name? ഹല്ലേലൂയ. നമ്മൾ നേരത്തെ സംഗീതത്തിൽ വായിച്ചതുപോലെ ഇത് പരിജ്ഞാനവും അത്യത്ഭുതമാകുന്നു. ഇത് ഗ്രഹിച്ചുകൂടാതെ വേണം, വളരെ വലുതുള്ളതാണ്. And as we read in the psalm, this knowledge is too high for me, I cannot attain it. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യം വായിക്കാം. Let's go to യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗ്ഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുമെന്ന് പറയുവാനിടയായി തീർന്നു. In John chapter 1 verse 59 we see, amen amen I say it unto you, surely you will see the son of man descending into the heavens and angels ministering to him. Praise the Lord. എന്താണ് സ്വർഗ്ഗം തുറന്നിരുന്നു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലെ കാഴ്ച നമുക്ക് കാണുവാനിടയായി തീരും. If the heaven is open, then you will see heavenly things. എങ്ങനെ നമ്മുടെ മുൻപാകെ സ്വർഗ്ഗം തുറക്കുവാനിടയായി തീരും, സ്വർഗ്ഗത്തിലെ എങ്ങനെ കയറുവാനിടയായി തീരും? അല്ലെങ്കിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസ്ഥനിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി സ്വർഗ്ഗം തുറക്കുവാനിടയായി തീരും. And how will you see the heavens open? You will see heavens open if you come close to him in prayer and fasting, and then Lord will show you heavenly sights. യാക്കോബ് സ്വപ്നം കാണുവാനിടയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവർ സ്വപ്നം കണ്ടു, ഇതാ ഭൂമിയിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് വെച്ചിരിക്കുന്ന ഒരു ഗോവേണി കാണുവാനിടയായി തീർന്നു. In Genesis chapter 28 we see Jacob seeing a ladder going all the way from the earth and going into the heaven. അതിന്റെ തല എവിടെയായിരുന്നു അറിയാമോ? സ്വർഗ്ഗത്തിലായിരുന്നു. And the other end of the ladder was in heaven.
ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ ഏണി വെറുതെ ഇരിക്കുവല്ല, അതിലൂടെ സ്വർഗീയ ദൂതന്മാര് കയറി ഇറങ്ങുകയും ചെയ്തത് കാണുവാനിടയായി തീർന്നു. And then this was not an empty ladder, but he saw the angels of the Lord going up and down the ladder. നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ ദേശത്ത്, നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ രാജ്യത്തില്, നമ്മുടെ കുടുംബത്തില് സ്വർഗീയ ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുവാനിടയായി തീരും. If you truly pray to the Lord, then you will see the angels of the Lord going up and down in your home. എങ്ങനെ നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്യുവാനിടയായി തീരും. And the Lord will do miracles regarding your prayers. ജ്യേഷ്ഠനെ പേടിച്ച് യാക്കോബ് ഓടി വരുന്ന സമയത്ത് ഒന്നുമില്ലാതിരിക്കുമ്പോൾ അവനും ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനിടയായി തീർന്നു. Jacob had been in complete fear for fear of his brother, but then the Lord came to him and comforted him. ഇന്ന് പൽക്കാലം നമ്മൾ ദൈവത്തോട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ, ദൈവസ്ഥനിൽ കടന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ നമുക്ക് വേണ്ടി തുറക്കുന്ന ഒരു സ്വർഗത്തെ കാണുവാനിടയായി തീരും. Today, if you are willing to pray, if you are willing to fast, then you will see the doors of heaven open and work for you. യോഹന്നാൻ സുവിശേഷം 3-ാമത്തെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's go to John chapter 3 verse 13, please. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. No one has ascended to heaven, but he who came down from heaven, that is the Son of Man who is in heaven. നേരത്തെ നമ്മൾ ചോദിച്ച ഉത്തരത്വം ഇവിടെ വചനത്തെ തന്നെ കാണുവാനിടയായി തീരും. യോഹന്നാൻ പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് മനുഷ്യപുത്രനായ യേശു കർത്താവാണ്. Here we see the answer to the question that was posed in the verse that we just read. Apostle John says the only person who has been ascended into heaven is the Son of Man. ആകാശമേഘങ്ങളെ കീറി മുറിച്ചുകൊണ്ട് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി യേശു കർത്താവ് ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. On that fine day, the Lord Jesus came down to us by coming through the heavens and for our salvation. വേഷത്തിൽ നമ്മളെ പോലെ മനുഷ്യനായി തീർന്ന് ഹല്ലേലൂയ മറിയയുടെ ഗർഭപാത്രത്തിൽ ഉരുവായി നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ കടന്നു വന്ന് നമ്മുടെ പാപങ്ങളെ കാൽവരി ക്രൂശിന്മേൽ അവൻ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. He took on the likeness of man and came into the womb of Mary and took upon himself the burden of our sins and died for us on Calvary. യേശുവിന് ആഗ്രഹമുണ്ടായിരുന്നു നമ്മൾ ഓരോരുത്തരും എന്ത് അറിയാം, ആ സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്ന്. Jesus desired that each one of us should ascend with him into heaven. ലോകത്തിൽ കാണുന്ന ഒരു ദൈവങ്ങളും ചെയ്യാത്തൊരു പ്രത്യേകതയാണ് യേശു നമുക്ക് വേണ്ടി ചെയ്തത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാനിടയായി തീർന്നത്. And this is completely different from each one of the so-called gods in this world has done. The Lord gave his life for us. യോഹന്നാൻ 3:16 പാടുന്ന തന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിപ്പാനിടയായി തീർന്നു എന്ന്. In John 3:16 we read, "For God so loved the world that he gave his only begotten Son, that whoever believes in him should not perish but have everlasting life." ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, രക്ഷിപ്പാനത്രേ അയക്കുവാനിടയായി തീർന്നത്. The Lord did not send his only Son to judge us, but rather to give us salvation. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഹല്ലേലൂയ ഈ ലോകത്തെ ശിക്ഷിക്കുവാനോ അല്ല നശിപ്പിച്ചു കളയുവാനോ അല്ല, നമ്മൾ ഓരോരുത്തരും രക്ഷിക്കുവാൻ വേണ്ടിയാണ് കടന്നു വന്നത്. The Lord Jesus did not come into this world to punish us or judge us, but rather to rescue us from sin. യേശുവിൽ ആര് വിശ്വസിക്കുന്നുണ്ടോ അവർക്ക് സ്വർഗ്ഗത്തിൽ കയറുവാനിടയായി തീരും. And whoever puts his faith on Jesus, that person will ascend into heaven. റോമലേഖനം 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's go to Romans chapter 10 verse 6, please. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ. But the righteousness of faith speaks in this way: do not say in your heart, who will ascend into heaven, that is to bring Christ down from above. വിശ്വാസത്താലുള്ള നീതീകരണത്താൽ ഒന്നും സംഭവിക്കാതിരിക്കുമ്പോൾ ക്രിസ്തുവിനെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കുവാൻ പിതാവ് നമുക്ക് വേണ്ടി കരുണ കാണിപ്പാനിടയായി തീർന്നു. To establish the righteousness of faith, the Lord, the Father God showed us his great mercy by sending Jesus. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി സ്വർഗീയ കൗൺസിൽ കൂടി തീരുമാനിക്കുവാനിടയായി തീർന്നു ആര് ഭൂമിയിലേക്ക് കടന്നു പോകുമെന്ന്. To provide a solution for man's sin, the heavenly council gathered together and decided who to send down to this earth. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ദൂതന്മാരുള്ളപ്പോൾ പുത്രൻ പറയുകയാണ് ഞാൻ കടന്നു പോകാം, ആ ശിക്ഷ താൻ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. In the presence of the Father and the Holy Spirit, the Son took upon himself to come down to the earth and take upon himself the burden of our sin. അത് മുഖാന്തരം എന്നറിയാമോ, പുത്രൻ താണ ലോകത്തിലേക്ക് കടന്നു വന്ന മുഖാന്തരം, അത്രത്തോളം താണത് മുഖാന്തരം അവനെ സകല നാമത്തിനും മേലായ നാമത്തിലേക്ക് ഉയർത്തുവാനിടയായി തീർന്നു. And because the Son humbled himself, he was raised up above every other name on this world. ദൈവത്തിന്റെ വചനം പറയുന്നു എല്ലാ മുഴങ്കാലും അവന് മുൻപാകെ മടങ്ങുവാനിടയായി തീരുമെന്ന്. And we read from the word of God that every knee will bow before him.
him. എല്ലാ നാവും യേശു കർത്താവെന്ന് വാഗുകൊണ്ട് ഏറ്റുപറയുവാനിടയായി തീരും. And every tongue will confess that Jesus Christ is the Lord. ഇന്ന് പറയാതിരിക്കുന്ന യേശുവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും യേശു കർത്താവെന്ന് പറയാതിരിക്കുന്ന നാവുകളൊക്കെയും ഒരു കാലത്ത് ഹല്ലേലൂയ സ്തോത്രം യേശുവിന് മുൻപാകെ സ്വർഗ്ഗത്തിൽ എല്ലാ മുഴങ്കാലും മടങ്ങുവാനിടയായി തീരും. And even those who deny his godliness today will one day confess his godliness and confess everything. യെശയ്യായുടെ പുസ്തകം 14-ാം അധ്യായം 13-14 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's go to Isaiah chapter 14 verses 13 to 15 please. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. For you have said in your heart, I will ascend into heaven. I will exalt my throne above the stars of God. I will also sit on the mount of the congregation, on the farther sides of the north. I will ascend above the heights of the clouds. I will be like the Most High. Yet you shall be brought down to Sheol, to the lowest depths of the pit. സ്വർഗ്ഗദൂതന്മാരുടെ കൂട്ടമായിരുന്ന ലൂസിഫറും കൂട്ടരും ഹൃദയത്തിൽ ചിന്തിച്ച ഒരു തീരുമാനമാണ്, ഞാൻ സ്വർഗ്ഗത്തിൽ കയറുവാനിടയായിത്തീരും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രം മീതെ വയ്ക്കുമെന്ന് പറയുവാനിടയായി. Here we see Lucifer and his band of rebellious angels saying to themselves, I will ascend into heaven, I will exalt my throne above the stars of God. പറയുന്നത്, ഞാൻ മേഘത്തിന് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകുമെന്ന് ഹൃദയത്തിൽ പറയുവാനിടയായി. He said in his heart, I will ascend above the heights of the clouds, I will be like the Most High. ആ സമയത്ത് തന്നെ ദൈവത്തിന് ആത്മാവിനെ വെട്ടി എന്ത് ചെയ്യുന്നറിയാമോ, പാതാളത്തിലേക്ക് നാശകൂപത്തിലേക്ക് ഇടുവാനിടയായി തീർന്നു. And at that very moment God detected what he said and cut him down and brought him down to Sheol. അത് പിശാചായി ലോകത്തിലൊക്കെ ഊടാടി സഞ്ചരിക്കുന്നു. And today he is roaming this earth as the Satan. ദൈവം സ്വർഗത്തിലേക്ക് ആൾക്കാരെ കയറ്റുവാൻ നോക്കുമ്പോൾ പിശാച് നരകത്തിലേക്ക് അനേകം പേരെ വലിച്ചുകൊണ്ട് പോകുവാൻ നോക്കുന്നു. As God tries to bring as many people as he can into the heaven, at the same time the Satan is trying to recruit as many people as possible into hell. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. പിശാചിന്റെ കയ്യിൽ നിന്ന് അനേകം പേരെ പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. Today you and I as children of God have a heavy responsibility to capture as many people as possible back from the claws of Satan and bring them to heaven. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's go to Matthew chapter 16 verses 18 and 19 please. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. And I also say to you that you are Peter, and on this rock I will build my church, and the gates of Hades shall not prevail against it. And I will give you the keys of the kingdom of heaven, and whatever you bind on earth will be bound in heaven, and whatever you loose on earth will be loosed in heaven. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ പത്രോസിനെ വിളിച്ച് പറയുകയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന്. Our blessed Lord, while he was on this earth, called Apostle Peter and said, on this rock I will build my gates, and the gates of Hades shall not prevail against it. പാതാള ഗോപുരങ്ങൾ, പിശാചിന്റെ ശക്തികൾ പലപ്പോഴും ജയിക്കുവാൻ നോക്കും, എന്നാൽ അതിന്റെ കാൽവരി ക്രൂശിന്മേൽ അതിന്റെ തലയെ യേശു കർത്താവ് തകർക്കുവാനിടയായി തീർന്നു. The gates of Hades will try many times to prevail against you, but we must remember that his head was broken on the cross by Jesus. അത് മാത്രമല്ല, സ്വർഗ്ഗരാജ്യം തുറക്കാനുള്ള താക്കോല് എൻ്റെ നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. And not just that, the keys to the kingdom of heaven has been given to you and me. ഇന്ന് പൽക്കാല വിശ്വാസത്തോടെ കടന്നു ചെന്നിട്ട് അത് നമ്മൾ തുറക്കുവാനിടയായി തീരണം. Today you must be able to open those doors in faith. ഇന്നും നമ്മൾ മാത്രമല്ല തുറന്ന് അതിലേക്ക് കടക്കേണ്ടത്, അനേകം പേര് അതിലേക്ക് കൊണ്ടുവരുവാനിടയായി തീരണം, ആ സ്വർഗ്ഗരാജ്യത്തിലേക്ക്. But we must not be the only ones to enter the kingdom of heaven. We must be able to bring many people into the kingdom of heaven with us. ഇവിടെ വായിക്കുന്ന, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. And we read, whatever you bind on earth will be bound in heaven, and whatever you loose on earth will be loosed on heaven. ദൈവ മക്കൾക്ക് ചില അധികാരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. The Lord has given certain authority and privilege to his children. ചിലതിനെ കെട്ടുവാനും ചിലതിനെ അഴിക്കുവാനുള്ള സ്വർഗീയ അധികാരം ദൈവ മക്കൾക്ക് വേണ്ടി ദൈവം തന്നിട്ടുണ്ട്. The Lord has given us the authority to bind and loose certain things on this earth. സ്വർഗം തുറക്കുവാനും അടയ്ക്കുവാനുള്ള
അധികാരമുണ്ട്. We have the authority to open and close the doors of heaven. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസത്തോടെ അടുത്ത് ചെന്ന് പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ വേർപാടോടെ ദൈവസ്ഥലിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ആ താക്കോൽ ദൈവം നമുക്ക് കൈവശമാക്കുവാനിടയായി തീരും. When you come with prayer and fasting and you come close to God, then you receive the keys to the kingdom of heaven. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's go to Revelation chapter 1 verse 9, please. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. I, John, both your brother and companion in the tribulation and kingdom and patience of Jesus Christ, was on the island that is called Patmos for the word of God and for the testimony of Jesus Christ. കർത്തൃദിവസത്തിൽ ആത്മവിവശനായിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം യോഹന്നാനെ നമുക്കിവിടെ കാണുവാനിടയായി തീരും. Here we can see Apostle John being filled in the Spirit on the Lord's day. ഹല്ലേലൂയ. പത്മോസിൽ താൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ചുറ്റുപാടുള്ള കാര്യങ്ങളെ നോക്കാതെ അവൻ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. He was exiled alone to the island of Patmos, but rather than looking at his bleak circumstances, he looked to heavens and started praying. അവൻ ആത്മവിവശതയിൽ സ്വർഗത്തിലേക്ക് കയറുവാനിടയായി തീർന്നു. And he ascended into heavens in a trance. സ്വർഗം അവന് വേണ്ടി തുറക്കുവാനിടയായി. And the gates of heaven were opened to him. ഹല്ലേലൂയ. അനേക കാഴ്ചകൾ സ്വർഗത്തിലുള്ളത് കാണുവാനിടയായി തീർന്നു. He saw many heavenly scenes. ഹല്ലേലൂയ. കഷ്ടതയിൽ വേദനയിൽ പ്രയാസത്തിൽ സ്വർഗം നമുക്ക് വേണ്ടി തുറക്കുവാനിടയായി തീരും. When you are in trouble, when you are in tribulation and affliction, then the doors of heaven will open to you. നമ്മുടെ പ്രാർത്ഥനയുടെ മുൻപാകെ കരച്ചിലിന് മുൻപാകെ കണ്ണുനീരിന്റെ മുൻപാകെ സ്വർഗം നമുക്ക് വേണ്ടി തുറന്ന് വൻ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി കാണിക്കുവാനിടയായി തീരും. When we pray to the Lord with prayers and tears and in affliction, then the Lord will show us many great things. എന്തെല്ലാ കാര്യങ്ങളെയാകുമ്പോൾ ഇനി സംഭവിക്കുവാനുള്ള കാര്യങ്ങൾ ഇനി നടക്കുവാനുള്ള കാര്യങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി തീർന്നു. And the Lord showed him the things that are meant to be and the things that are in the future. ഇന്ന് പൽക്കാലം നമ്മുടെ പ്രാർത്ഥനയുടെ മുൻപാകെ സ്വർഗം നമുക്ക് വേണ്ടി തുറക്കുവാനിടയായി തീരട്ടെ. Today, let the heavens be open in the midst of your prayer. ഹല്ലേലൂയ. അവസാനമായി നമുക്ക് ചിന്തിക്കാം എങ്ങനെ സ്വർഗത്തിൽ കയറുവാൻ പറ്റുന്നത്. So let us re-examine once again how we can enter heaven. സ്വർഗത്തിൽ പോകണമെങ്കിൽ നമുക്ക് സ്വർഗീയ പൗരത്വം ആവശ്യമാണ്. To reach heaven, you need the citizenship of heaven. ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവ് വരുമെന്ന് നാം കാത്തിരിക്കുന്നു. In Philippians chapter 3 verse 20 we read, for our citizenship is in heaven, from which we also eagerly wait for the Savior, the Lord Jesus Christ. യുകെയിൽ കടന്നു വരുമ്പോൾ യുകെയിലെ സിറ്റിസൺഷിപ്പ് ആവശ്യമുള്ളതുപോലെ സ്വർഗത്തിൽ കടന്നു പോകുവാൻ സ്വർഗീയ പൗരത്വം നമുക്ക് ആവശ്യമാണ്. Just as you need a UK citizenship to enter this country, you need heavenly citizenship to enter heaven. യേശുവിന്റെ ഹല്ലേലൂയ രണ്ടാമത്തെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ സ്വർഗീയ പൗരത്വമുള്ളവര് ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നു കഴിഞ്ഞാലും അവിടേക്ക് ഹല്ലേലൂയ പറന്നുയരുവാനിടയായി തീരും. As you hear the trumpet of the second coming, wherever you are on this world, if you have heavenly citizenship, you will be gathered to heaven. അതെങ്ങനെയാണെന്നറിയാമോ? കണ്ണിമയ്ക്കുന്ന നേരത്തിൽ ഞൊടി നേരത്തിൽ രൂപാന്തരം പ്രാപിച്ച് അവരോടൊപ്പം മേഘങ്ങൾ നമ്മൾ എടുക്കപ്പെടുവാനിടയായി തീരും. You will be transformed in the blink of an eye and you will be taken up into the clouds with the Lord Jesus Christ. രണ്ടാമത് കാണുന്നത് നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതുവാനിടയായി തീരണം. Secondly, our name must be written in heaven. ലൂക്കാസ് സുവിശേഷം 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എങ്കിൽ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയുകൊണ്ട് നമ്മൾ സന്തോഷിക്കുവാനിടയായി തീരണം. In Luke chapter 10 verse 22 we read, do not rejoice because the devil is expelled from you, but rather rejoice because your name is written in the book in heaven. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കത്തുള്ളൂ. It is only through Jesus Christ that you can establish entrance to heaven. ഇന്ന് പൽക്കാലം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് ദൈവത്തോട് ചോദിച്ച് യേശുവിന്റെ കാഹളത്തിന്റെ ശബ്ദത്തിൽ സ്വർഗം നമുക്ക് വേണ്ടി തുറക്കുവാനിടയായി തീരുമോ എന്ന്. Today let us ask the Lord, when your trumpet sounds, will the doors of heaven open up to me? 10 കന്യകമാര് ഹല്ലേലൂയ മണവാളന്റെ വരവിന് വേണ്ടി കാത്തിരുന്നതാണ്. 10 virgins waited upon the arrival of the bridegroom. 4 മണവാളന് വരുവാൻ താമസിച്ചപ്പോൾ അവരെ വിളക്കിലെ എണ്ണകൾ തീരുവാനിടയായി തീർന്നു. But as they waited, the oil in their lamps ran dry. എന്നാൽ 5 പേര് ഹല്ലേലൂയ എണ്ണയുള്ളവർ മണവാളന്റെ ഉള്ളിൽ പ്രവേശിക്കുവാനിടയായി തീർന്നു. But the 5 virgins who had extra oil entered the bridal chamber with the bridegroom. ക്രിസ്തീയ ജീവിതയാത്രയിൽ മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മീകം ഈ ലോകത്തിലെ എണ്ണ ഹല്ലേലൂയ സ്തോത്രം പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്താറുണ്ട്.
As we walk our Christian walk through this world, oftentimes we lose the oil that is the anointing. എന്നാൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവങ്ങളോട് ഇരിക്കുമ്പോൾ അഭിഷേകത്തിന്റെ എണ്ണ ധാരാളമായി ദൈവം നൽകുവാനിടയായി തീരും. But if you come into the presence of the Lord with prayer and fasting, then the Lord will fill you up again with his oil. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ എണ്ണ എന്തു മാത്രമുണ്ട്, ഏത് സമയത്തും കാഹളം ധ്വനിക്കുമ്പോൾ അവരോടൊപ്പം പോകുവാൻ നമ്മൾ തയ്യാറായി തീരുവാനിടയായി തീരണം. Today, let your cups be full and be ready to receive the Lord Jesus Christ as he comes down in his second coming. ഇല്ല എങ്കിൽ യേശു കർത്താവ് പറയുവാനിടയായി തീരും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന്. If you do not, then the Lord Jesus will tell you, most certainly I say to you, I do not know you. സൺഡേയിൽ ആരാധന കടന്നു വന്നേക്കാം, ബൈബിൾ വായിച്ചേക്കാം, ഹല്ലേലൂയ യേശുവിനെ പറ്റി പറഞ്ഞേക്കാം, കേട്ടേക്കാം. എന്നാൽ സ്വതരക്ഷിതമായി സ്വീകരിച്ചില്ല എങ്കിൽ, അവന്റെ കൽപ്പനകൾ പ്രമാണിച്ചില്ല എങ്കിൽ സ്വർഗം നമുക്ക് വേണ്ടി തുറക്കത്തില്ല. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. You may come to church and you may worship with everyone else, but if you do not accept the salvation that is offered in Jesus Christ, if you are not saved, then you will not enter heaven. ലൂക്കോസ് 24:50 കാണുന്നു, അനന്തരം ശിഷ്യന്മാരെ കൂട്ടിയിട്ട് ബദാനിയോളം കടന്നു ചെന്നിട്ട് അവരെ കൈ ഉയർത്തി അനുഗ്രഹിച്ചിട്ട് യേശു ഹല്ലേലൂയ സ്വർഗ്ഗാരോഹണം ചെയ്യുവാനിടയായി തീർന്നു. And we see in Luke chapter 24 verse 50 that Jesus took his disciples to the village of Bethany and he raised his hands and blessed them and ascended into heaven. പോയിട്ട് യേശു കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ വീണ്ടും നിങ്ങളെ ചേർക്കുവാൻ മടങ്ങി വരുമെന്ന്. And as he ascended, he promised them, just as I ascended, I will come down and descend into this earth once again. ലോകത്തിൽ അനേക മതങ്ങളുണ്ടെങ്കിലും ഒരു മതത്തിന്റെ നേതാക്കൾ പറയാത്ത വ്യത്യസ്തമായ കാര്യമാണ് യേശു കർത്താവ് വിളിച്ചു പറഞ്ഞത്, ഞാൻ പോയതുപോലെ മടങ്ങി വരും, അവനിൽ കാത്തു വിശ്വസിക്കുന്ന ദൈവമക്കളെ രണ്ടാമതും ചേർക്കുമെന്നുള്ളത്. Even though many religious leaders on this earth have come and gone, not one person has promised that he will come down once again to receive up his followers. സ്വർഗീയ രാജ്യത്തിന്റെ സീറ്റ് അവകാശമാക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാനിടയായി തീരണം. Today, if anyone who has not taken the saving experience from Jesus is listening to me, I want you to accept that salvation and make sure your seat in heaven is certain. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരാം. അവിടെ വായിക്കുന്നത്, ഞാൻ ഹല്ലേലൂയ സങ്കീർത്തനം 119:8 കാണുന്നത്, ഞാൻ സ്വർഗ്ഗത്തിൽ കയറിയാൽ നീ അവിടെയുമുണ്ട്. Let's come back to the verse that we just read. In Psalm 139 verse 8 we read, if I ascend into heaven, you are there. ഹല്ലേലൂയ. സ്വർഗ്ഗം കൊണ്ട് മാത്രം ഒതുങ്ങിയിരിക്കുന്ന ദൈവമല്ല, അവർ ഭൂലോകത്തിന്റെ സകല എല്ലാ ഇടങ്ങളിലും നിറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ദൈവം. But the Lord is not restricted to just the heavens. He is spread throughout the whole world. ഏത് സമയത്തും ഏത് നേരത്തും, രാത്രിയോ പകലൊന്നുമില്ല, ഹല്ലേലൂയ, ലോകരാജ്യങ്ങൾ വ്യത്യസ്തമില്ല, എവിടെ ഇരുന്നാലും റൂമിൽ കതവടച്ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുവാനിടയായി തീരും. So no matter what place or time that you pray to him, the Lord's presence is with you as you pray. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നത്, പാതാളത്തിൽ നീ കിടക്ക വിരിച്ചാൽ നീ അവിടെയുമുണ്ട്, ഉഷസ്സിൽ ചെറുകരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താലും അവിടെയും നിന്റെ വലം കൈ നടത്തുവാനിടയായി തീരുമെന്ന് പറയുവാനിടയായി തീർന്നത്. And that's why the psalmist says, if I make my bed in hell, behold you are there. If I take the wings of the morning and dwell in the uttermost parts of the sea, even there your hand shall lead me. 14th വാക്യത്തിൽ വായിക്കുന്നു, നമ്മളെ എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചതെന്ന്. ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൽ ഞാൻ മൗനമായിരിക്കത്തില്ല. എന്നറിയാമോ, ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. In verse 14 we see the psalmist praising the Lord because he realizes that he is fearfully and wonderfully made. ഭൂമിയിൽ സൃഷ്ടിച്ച ഹല്ലേലൂയ സസ്യങ്ങളെയോ മൃഗങ്ങളെയോ ഒന്നുപോലെയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. The Lord did not create man as he created the plants and other animals. മെഡിക്കൽ സയൻസിന് പോലും ഇതുവരെയും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത ഭയങ്കരവും അതിശയകരമായ അനേക കാര്യങ്ങളായിട്ടാണ് ദൈവം ഹ്യൂമൻ ബോഡിയെ സൃഷ്ടിക്കുവാനിടയായി തീർന്നത്. The Lord created the human body and to this day it defies the complete understanding of medical science. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മൗനമായിരിക്കുവാനല്ല, ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഇന്ന് പൽക്കാല ഞായറാഴ്ച സ്തുതി സ്തോത്രങ്ങൾ ദൈവത്തിന് അർപ്പിക്കുവാനിടയായി തീരണം. So as you see and ponder on these things, please do not stay silent but rather praise the Lord. ദൈവം എപ്പോഴാണ് നമ്മളെ കണ്ടതിന്റെ 16th വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണിനെ കാണുവാനിടയായി തീർന്നു. We can see in verse 16 how early the Lord saw us. The Lord's eyes saw us even as we were yet unformed. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഹല്ലേലൂയ അതെല്ലാം അവന്റെ പുസ്തകത്തിൽ എഴുതുവാനിടയായി തീർന്നു. Even when we were nothing, in the Lord's book it was written of us. ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കളോ ബന്ധക്കാരോ ചർച്ചക്കാരോ അറിയുന്നതിന് മുൻപേ നമ്മളെ അറിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങൾ
ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. We serve a Lord who saw us and who knew us even before our parents and our friends and relatives knew us. ദൈവത്തിന് നമ്മളെപ്പറ്റിയുള്ള വിചാരങ്ങൾ എത്ര ഘനമുള്ളവയാണ്. How weighty are your thoughts regarding the നമ്മുടെ Lord? മാതാപിതാക്കളോ ബന്ധക്കാരോ ഭാര്യ ഹല്ലേലൂയ സ്തോത്രം ഹസ്ബൻഡോ ചിന്തിക്കുന്നതിലും അപ്പുറമായി ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ്. The Lord cares for us even beyond what our spouse and our parents and our children care for us. ഹല്ലേലൂയ. അവ എണ്ണിയാൽ മരണേക്കാൾ അധികം ഹല്ലേലൂയ കാണുവാനിടയായി തീരും. And if we should count them, it would be more than the number of the sand on the sea. 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ ഉണരുമ്പോൾ ഇനിയും നിന്റെ അടുക്കൽ ഇരിക്കുവാനിടയായി തീരും. എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. So when we awake, we are still with the Lord. How many of you have this hope in your heart? Praise the Lord. തലയുടെ വണക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. Let's bow our heads in prayer. ഇന്ന് പൽക്കാലം നമ്മൾ കേൾക്കുവാനിടയായി തീർന്ന് എങ്ങനെ സ്വർഗ്ഗത്തിൽ നമുക്ക് കയറുവാനിടയായി തീരുമെന്ന്. Today we examine how we can enter into heaven. ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകുവാനിടയായി തീരും. If we are saved in the blood of Jesus Christ, if you have taken baptism, and if you have followed His commandments of purity and separation, then you will attain heaven. ഇല്ല എങ്കിൽ യേശു ഹല്ലേലൂയ നമ്മളെ പേര് വിളിക്കുന്ന സമയത്ത് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ കാണുവാനിടയാകത്തില്ല. And if not, when the roll is called, your name will not be there in the book of life. സാത്താനും അവർ കൂട്ടർക്ക് ഒരുക്കിയിരിക്കുന്ന നരകത്തിലേക്ക് പോകുമെന്ന് പറയുവാനിടയായി തീരും. You will be ordered to accompany Satan and his associates into hell. അന്ന് നമ്മൾ ലജ്ജിക്കുവാനിടയായി തീരരുത്. And we should not be humiliated on that day. കാലം നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി നിനക്ക് വേണ്ടി ജീവിക്കുവാൻ എന്നെ സമർപ്പിക്കുകയും നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. Today let us recommit ourselves to the Lord. Lord, I submit myself once again into your book of life. ഹല്ലേലൂയ. അതിശയ ഭയങ്കരമായി എന്നെ സൃഷ്ടിച്ചാൽ ഞാൻ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. I praise you because I'm fearfully and wonderfully made. ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള വിചാരങ്ങൾ വളരെ വലുതാണ്. The Lord's thoughts regarding us are very high. അതിന്റെ ആകെത്തുക ഏറ്റവും വലുതാണ്. And the sum of it is too great for us. ആരും ചിന്തിക്കുന്നതിന് വിചാരിക്കുന്നതിന് അപ്പുറമാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന കരുതലുകൾ. It is well beyond our understanding what the Lord has prepared for us. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആടെ ഹൃദയത്തിൽ അത് തോന്നിയിട്ടുമില്ല. No eye has seen, no ear has heard, and no heart has pondered what the Lord has prepared for us. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. Lord, I thank you for this beautiful time. ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം. I thank the Lord for the word you've given us. പേര് വിളിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേര് സ്വർഗ്ഗത്തിൽ കാണുവാനിടയായി തീരണമേ. Lord, when the roll is called in the heavens, let our names be there. സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അത് താക്കോല് സ്വർഗ്ഗം തുറന്ന് അനേകം പേരെ സ്വർഗ്ഗത്തിലേക്ക് കയറ്റുവാനുള്ള കൃപയും ബലവും ശക്തിയും ദൈവം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. Lord, you've given us the keys to the heavens. Give us the grace and power and anointing to take up many people along with us to the heavens. സ്വർഗ്ഗത്തിൽ ദൈവ പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. I thank you for hearing us. In Jesus' name I pray. Amen. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവമായ കർത്താവേ